നമസ്കാരം. ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ശ്യാമ. തെനാലി രാമൻ കഥകളിൽ നിന്നെടുത്ത നിന്നയ്ക്കും പ്രതിഫലമോ എന്ന കഥയാണ് ജാലകത്തിൽ നിന്ന്. തുടങ്ങാം. നിന്നയ്ക്കും പ്രതിഫലമോ. അതിവിദഗ്ധമായി പരിശീലനം സിദ്ധിച്ച വില കൂടിയ ഒരു കുതിരയെ കൃഷ്ണദേവരായർ വാങ്ങിച്ചു. അതൊരു വലിയ നേട്ടമായി അഭിമാനിച്ചിരുന്ന അദ്ദേഹം പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും മുമ്പിൽ തൻ്റെ കുതിരയുടെ അഭ്യാസങ്ങൾ പ്രകടിപ്പിച്ച് ഏവരുടെയും കൈയടി ഏറ്റുവാങ്ങുമായിരുന്നു. കൃഷ്ണദേവരായരുടെ ആ പൊങ്ങച്ച സ്വഭാവത്തോട് തെന്നാലി രാമന് വിയോജിപ്പായിരുന്നു. പരിരക്ഷണവും ശിക്ഷണവും പ്രോത്സാഹനവും കിട്ടിയാൽ മഹാരാജാവിൻ്റെ കുതിരയ്ക്ക് മാത്രമല്ല ഏതൊരു ജീവിക്കും നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്നായിരുന്നു തെനാലി രാമൻ്റെ അഭിപ്രായം. തൻ്റെ ആശയം കൃഷ്ണദേവരായരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള അവസരവും കാത്തിരിക്കുകയായിരുന്നു തെന്നാലി രാമൻ. അങ്ങനെയിരിക്കെ ഒരു ദിവസം അശ്വാരൂഢനായ മഹാരാജാവ് തുംഗഭദ്ര നദിക്ക് കുറുകെയുള്ള പാലത്തിൽ കൂടി പലവിധ പ്രകടനങ്ങൾ പ്രദർശിപ്പിച്ചു രസിക്കുകയായിരുന്നു. അദ്ദേഹത്തോടൊപ്പം തെനാലി രാമനും അവിടെയുണ്ടായിരുന്നു. രാമ, നമ്മുടെ കുതിരയുടെ കഴിവുകളെക്കുറിച്ച് തൻ്റെ അഭിപ്രായം എന്താണ്? മഹാരാജാവ് തെനാലി രാമനോട് ചോദിച്ചു. ക്ഷമിക്കണം സ്വാമിൻ, മുഖസ്തുതി പറയുന്നത് ഈ രാമന് ഇഷ്ടമല്ലെന്നുള്ള സത്യം അങ്ങേക്കും അറിയാമല്ലോ. എന്നുവച്ചാൽ? രാമൻ്റെ മറുചോദ്യം ഇഷ്ടപ്പെടാത്ത മട്ടിൽ നെറ്റി ചുളിച്ചുകൊണ്ട് കൃഷ്ണദേവരായർ ചോദിച്ചു. പ്രഭു, നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്നാണല്ലോ പ്രമാണം. മനസ്സിലായില്ല. രാമൻ പറഞ്ഞതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാകാത്ത മട്ടിൽ കൃഷ്ണദേവരായർ വീണ്ടും ചോദിച്ചു. എന്നുവെച്ചാൽ ജന്മനാ ലഭിച്ചിട്ടില്ലാത്ത കഴിവുകൾ പരിശീലനം കൊണ്ട് സാധിക്കുമെന്നാണ് അടിയൻ തിരുവുള്ളമുണർത്തിച്ചത്. അപ്പോൾ നമ്മുടെ കുതിരയെപ്പോലെ പരിശീലനം കൊടുത്ത് മറ്റനേകം കുതിരകളെ സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുമെന്നാണോ രാമൻ പറയുന്നത്? സത്യം അങ്ങനെ ആയിരിക്കുമ്പോൾ സത്യാന്വേഷകനായ അടിയന് മറിച്ചു പറയുവാൻ സാധിക്കുകയില്ലല്ലോ. രാമൻ പറഞ്ഞതിലും അല്പം പരമാർത്ഥമില്ലാതെ ഇല്ല. കൃഷ്ണദേവരായർ മനസ്സോടെ തെനാലി രാമൻ്റെ അഭിപ്രായത്തോട് യോജിച്ചു. പ്രഭു, അടിയനും ഒരു കുതിരയെ വളർത്തുന്നുണ്ട്. അങ്ങയുടെ കുതിരയോളം പ്രാഗൽഭ്യമൊന്നും അതിനില്ലെങ്കിലും അതിന് അതിൻ്റേതായ ചില പ്രത്യേകതകളെല്ലാം ഉണ്ട്. അങ്ങനെയോ? എങ്കിലുടനെ പോയി രാമൻ അതിനെ കൊണ്ടുവരൂ. നമുക്ക് രാമൻ്റെ കുതിരയെ കണ്ടാൽ കൊള്ളാമെന്ന് മോഹമുണ്ട്. രാജകൽപ്പന ധിക്കരിച്ചാൽ ശിക്ഷ ഉറപ്പാണല്ലോ. അതുകൊണ്ട് മടിച്ചു നിൽക്കുകയോ മറുത്തു പറയുകയോ ചെയ്യാതെ കുതിരയെ കൊണ്ടുവരുന്നതിനായി തെനാലി രാമൻ തൻ്റെ വസതിയിലേക്ക് പോയി. താമസമിന ഒരു ചാവാലിക്കുതിരയെ പിടിച്ചു വലിച്ചിഴച്ചുകൊണ്ട് തെനാലി രാമൻ അവിടെ വന്നു ചേർന്നു. വികൃതമായ അതിൻ്റെ കോലം കണ്ടപ്പോൾ കൃഷ്ണദേവരായർ അറിയാതെ പൊട്ടിച്ചിരിച്ചുപോയി. ഇങ്ങനെയും കുതിരകൾ ഉണ്ടാകുമോ? ഒരു കുതിരയ്ക്ക് എത്ര അസ്ഥികൾ ഉണ്ടായിരിക്കുമെന്ന് തെനാലി രാമൻ്റെ കുതിരയെ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകാവുന്നതാണ്. നടുവ് വളഞ്ഞ് മുടന്തി മുഖം കൂർത്ത് നടക്കുവാൻ ശേഷിയില്ലാതെ മുമ്പിൽ നിന്ന് കയറിൽ പിടിച്ചു വലിക്കുന്നതിൻ്റെ ആച്ചിൽ മുമ്പോട്ട് നീങ്ങുന്ന ഒരല്പ പ്രാണി. ഇതിനെയാണോ കുതിരയെന്ന് തെനാലി രാമൻ വിശേഷിപ്പിക്കുന്നത്? രാമ, ഇത് അല്പം കടന്ന കൈയായി പോയിട്ടോ. കൃഷ്ണദേവരായർ നീരസത്തോടെ പറഞ്ഞു. അയ്യോ, ഇത് തീറ്റ കൊടുക്കാഞ്ഞിട്ടൊന്നുമല്ല തിരുമേനി. അതിൻ്റേതായ ചില രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകാതിരിക്കുമോ? ഉദാഹരണത്തിന് അടിയനെയും അങ്ങയെയും താരതമ്യപ്പെടുത്തി നോക്കിക്കൊള്ളൂ. രണ്ടുപേരും ഒരേ ഇനത്തിൽപ്പെട്ട മനുഷ്യരാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യവുമുണ്ടോ? തെനാലി രാമൻ്റെ വിശദീകരണം കേട്ടപ്പോൾ അയാൾ പറയുന്നതല്ലേ വാസ്തവം എന്ന് കൃഷ്ണദേവരായർക്ക് തോന്നിപ്പോയി. ആട്ടെ, രാമൻ്റെ ഈ കുതിരയ്ക്ക് എന്ത് പ്രത്യേകതയുണ്ടെന്നാണ് പറയുന്നത്? പ്രത്യേകതകൾ പലതുമുണ്ട് തിരുമേനി. ഇതിൻ്റെ ഈ കോലം തന്നെ ഒരു പ്രത്യേകതയല്ലേ? ആരെങ്കിലും മുന്നിൽ നിന്ന് മൂക്കുകയറിൽ പിടിച്ചു വലിച്ചെങ്കിലേ ഈ ജീവി മുമ്പോട്ട് നടക്കുകയുള്ളൂ. ഈ വിധ പ്രത്യേകതകളെല്ലാം നാം നേരിൽ കണ്ടു ബോധ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ. അവ കൂടാതെ മറ്റെന്തെങ്കിലും പ്രത്യേകതകൾ രാമൻ്റെ കുതിരയ്ക്കുണ്ടോ എന്നാണ് നമുക്കറിയേണ്ടത്. ഉണ്ട് തിരുമേനി. അങ്ങയുടെ കുതിരയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പലതും അടിയൻ്റെ കുതിര ചെയ്യും. അല്ലെങ്കിൽ അടിയൻ അതിനെ കൊണ്ട് ചെയ്യിക്കും. ഓഹോ, എങ്കിലും അതൊന്ന് കാണട്ടെ. തെനാലി രാമൻ തൻ്റെ ചാവാലിക്കുതിരയെ ഉന്തിയും തള്ളിയും വാലിൽ പിടിച്ചു മുറുക്കിയും കൊണ്ടുപോയി പാലത്തിൻ്റെ നടുവിലെ വിളുമ്പിൽ നിർത്തിയിട്ട് തിരിഞ്ഞ് കൃഷ്ണദേവരായരെ നോക്കി. അദ്ദേഹം രാമൻ്റെ വിക്രിയകൾ വീക്ഷിച്ചുകൊണ്ട് അതീവ കൗതുകത്തോടെ നിൽക്കുകയായിരുന്നു. അടുത്ത നിമിഷത്തിൽ തെനാലി രാമൻ കുതിരയുടെ മൂട്ടിൽ പിടിച്ചു തള്ളി അതിനെ തുംഗഭദ്ര നദിയിലേക്ക് മറിച്ചിട്ടു. അതുകൊണ്ട് കൃഷ്ണദേവരായർ അന്തിച്ചു നിന്നുപോയി. ഒന്നും സംഭവിക്കാത്ത മട്ടിൽ തെനാലി രാമൻ ചിരിച്ചുകൊണ്ട് നദിയിലേക്ക് നോക്കി നിന്നു. നദിയുടെ ഒഴുക്കിൽപ്പെട്ടുപോയ തെനാലി രാമൻ്റെ കുതിര അല്പനേരം നീന്തി രക്ഷപ്പെടുവാൻ നോക്കിയെങ്കിലും ശേഷിക്കുറവ് കാരണം ശ്വാസം മുട്ടി മരിച്ച് ആറ്റുവെള്ളത്തിലൂടെ ഒഴുകിപ്പോയി.
ഏയ് രാമ, താൻ എന്തൊരു ദുഷ്ടത്തരമാണ് ഈ കാണിച്ചത്. നിൽക്കുവാൻ പോലും ശേഷിയില്ലാത്ത ആ മിണ്ടാപ്രാണിയെ ആറ്റിലേക്ക് തള്ളിയിട്ട് കൊന്നുകളഞ്ഞുവെന്നോ? അതുകൊണ്ട് തന്നെയാണ് പ്രഭോ അടിയൻ അങ്ങനെ ചെയ്തത്. മനസ്സിലായില്ല. കൃഷ്ണദേവരായർ സംശയത്തോടെ തെന്നാലിരാമനോട് പറഞ്ഞു. അങ്ങ് പറഞ്ഞുവല്ലോ, നിൽക്കുവാൻ പോലും ശേഷിയില്ലാത്ത ഒരു പ്രാണിയായിരുന്നു ആ കുതിരയെന്ന്. അതുകൊണ്ട് തെന്നാലിരാമൻ്റെ ആശയം എന്താണെന്ന് മഹാരാജാവിന് മനസ്സിലായില്ല. പ്രഭോ, ശേഷിയെല്ലാം നഷ്ടപ്പെട്ട് ആർക്കും യാതൊരു പ്രയോജനവുമില്ലാതെ ഭൂമിക്ക് ഭാരമായിട്ട് ഒരു ജീവി നീണാൾ വാഴുന്നതിലും ഭേദം എത്രയും പെട്ടെന്ന് ഇഹലോകവാസം വെടിയുന്നതല്ലേ? രാമന്റെ ചോദ്യത്തിലെ പൊരുളിൽ അടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം കൃഷ്ണദേവരായരുടെ മനസ്സിൽ ആശയക്കുഴപ്പമുളവാക്കി. എങ്കിലും ഒരു ജീവിയെ കൊന്നുകളയുക എന്ന് പറയുന്നത് ഇതൊരു ദയാവധമായിരുന്നു പ്രഭോ. ആ കുതിരയെ ഇനിയും തീറ്റിപ്പോറ്റുവാൻ ശ്രമിക്കുന്നത് കതിരിൽ വളം വെച്ചിട്ട് എന്തു കാര്യമെന്ന് വിവരമുള്ളവർ പറയുന്നത് പോലെയാണ്. ഈ ദയാവധത്തിന് നാട്ടിൽ പല എതിർപ്പുകളും ഉണ്ടായേക്കാമെങ്കിലും കാര്യമായി ചിന്തിക്കുന്നവർക്ക് അതൊരു പാപകൃത്യമായി തോന്നുകയില്ല. രാമന്റെ ആശയങ്ങൾ കൃഷ്ണദേവരായരിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെങ്കിലും എന്താണ് ശരിയെന്നോ ഏതാണ് തെറ്റെന്നോ അദ്ദേഹത്തിന് അനുമാനിക്കാൻ സാധിച്ചില്ല. ഏതായാലും നമ്മുടെ രാമൻ അതീവ ബുദ്ധിശാലി തന്നെ. എന്തിനും ഏതിനുമുണ്ടാകും അയാൾക്ക് അയാളുടേതായ ഒരു ന്യായീകരണം. നന്ദി. ഇനിയും ഇതുപോലുള്ള രസകരങ്ങളായ കഥകൾ കേൾക്കാൻ ജാലകം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.